إن الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. ഒരാൾ സ്വർഗത്തിൽ പോകുവാനും നരകത്തിൽ പ്രവേശിക്കുവാനും കാരണമാകുന്ന ഒരു ചെറിയ അവയവമാണ് നാവ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മയ്യൽമനു ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ള ഗുഹ്യാവയവത്തെയും രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും ആരെങ്കിലും സൂക്ഷിക്കാമെന്നെനിക്ക് ജാമ്യം നൽകിയാൽ അവന് സ്വർഗം നൽകാമെന്നതിന് ഞാനും ജാമ്യം നൽകുന്നു. നാവിനെ നിയന്ത്രിക്കുവാനും വാക്കുകളെ സൂക്ഷിക്കുവാനും ഒരു മുസ്ലിമിന് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ആളുകളോടൊന്നും മിണ്ടാതെ ആളുകൾക്ക് നന്മയൊന്നും പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഭൂഷണമായ കാര്യവുമല്ല. ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾ ഇഅ്തികാഫിരിക്കുമായിരുന്നു. ആ ഇഅ്തികാഫിരിക്കുമ്പോൾ അവർ തന്നെ സ്വയം ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഇഅ്തികാഫിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അത് അവർ തന്നെ സ്വയം ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ആ രൂപത്തിൽ സ്വയം നിയമങ്ങൾ ഉണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് നന്മകളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടാത്തവനല്ല ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാവിനെ സൂക്ഷിക്കണമെന്നാണ് സൂചിപ്പിച്ചതിൻ്റെ ഉദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തഖീമ ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു.
ഒരാളുടെ ഹൃദയം നന്നാവാതെ അവൻ്റെ ഈമാൻ ശരിയാവുകയില്ല. ഹൃദയത്തിലാണ് ഈമാൻ ഉള്ളത്. അതുകൊണ്ട് ഹൃദയം നന്നായാൽ മാത്രമേ അവൻ്റെ ഈമാൻ ശരിയാവുകയുള്ളൂ. വലാ യസ്തഖീമ ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. അവൻ്റെ ഹൃദയം നന്നാവണമെങ്കിൽ അവൻ്റെ നാവ് നന്നാവണം. അപ്പോൾ ഒരാളുടെ നാവ് ശരിയായാൽ, നാവ് നന്നായാൽ മാത്രമേ അവൻ്റെ ഹൃദയം ശരിയാവുകയുള്ളൂ, അവൻ്റെ ഈമാൻ ശരിയാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. സമൂഹത്തിൽ നല്ല നല്ല ആരാധനകൾ നിർവഹിക്കുന്ന, ആരാധനകളുടെ വിഷയത്തിൽ അങ്ങേയറ്റം കണിശത പുലർത്തുന്ന പല ആളുകളും, എന്നാൽ അവരോടൊന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളിൽ വരുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഇസ്ലാം ഒരു കാരണവശാലും അംഗീകരിക്കാത്ത, ഇയാൾ തന്നെയാണോ എന്നോടൊപ്പം പള്ളിയിൽ നമസ്കരിച്ചിരുന്നത് എന്ന് നമുക്ക് തോന്നുമാറ് ആളുകളോട് വൃത്തികെട്ട രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, അത് സൂക്ഷിച്ചില്ല എങ്കിൽ വളരെ വലിയ അപകടങ്ങളാണ് നമുക്ക് വരാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്ന അക്സറ മാ യുദ്ഖിലുൻ നാസുൻ നാറ. ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അൽ ഫർജു, ഒന്ന് ഗുഹ്യാവയവമാണ്, വൽഫമു, രണ്ട് നാവാണ്, വായയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമുക്ക് സൂക്ഷിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും. രാത്രി നമസ്കരിക്കുന്ന, പകൽ നോമ്പ് നോൽക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്കകൾ നിർവഹിക്കുന്ന എത്രയെത്ര ആളുകളാണ്. എന്നാൽ അവരുടെ നാവിനെ സൂക്ഷിക്കാത്തത് കൊണ്ട് ആ അമലുകളെല്ലാം ബാത്തിലായി പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട രണ്ടാളുകളുടെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ഒരാൾ നല്ല ആബിദാണ്, അഥവാ നല്ല ഇബാദത്ത് ചെയ്യുന്ന, ആരാധനകൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ സുഹൃത്താണ് രണ്ടാമത്തവൻ. ആ മനുഷ്യനൊരു തെമ്മാടിയാണ്, ഇബാദത്തുകളൊന്നും നിർവഹിക്കാതെ വൃത്തികേടുകളും തോന്നിവാസങ്ങളും ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഈ ആബിദായ, ആരാധനകൾ ചെയ്യുന്ന നല്ല മനുഷ്യൻ, അയാൾ എല്ലാ സമയവും ഈ വൃത്തികെട്ട മനുഷ്യനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും. നിനക്കൊന്ന് നന്നായിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ വൃത്തികേടുകൾ ചെയ്യുന്നത്, അള്ളാഹുവിനൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു പറയും, എൻ്റെ കാര്യം അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വൃത്തികേടുകൾ ചെയ്യുന്നതിന് നീ എന്തിനാണ് തടസ്സം പറയുന്നത്? അങ്ങനെ ഒരിക്കൽ ഈ ആബിദായ, ആരാധനകൾ ചെയ്യുന്ന ഈ മനുഷ്യൻ പറഞ്ഞു എന്നാണ്, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹി ലിഫുലാൻ, അള്ളാഹു അനക്കൊന്നും പുറത്തു തരൂല, നിന്റെ ഈ പാപങ്ങളൊന്നും അള്ളാഹു പുറത്തു തരികയില്ല എന്ന രൂപത്തിൽ അയാൾ സംസാരിച്ചു. രണ്ടുപേരും അള്ളാഹുവിൻ്റെ അടുക്കിലെത്തി. ഈ ആബിദായ, ആരാധനകൾ ചെയ്ത ആ മനുഷ്യൻ പറഞ്ഞ ആ ഒരു വാക്കുകൊണ്ട് അള്ളാഹു അയാളോട് ചോദിച്ചു എന്നാണ്, മൻ ദല്ലദീ യതഅല്ലാ അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാൻ, ഞാൻ ഈ മനുഷ്യന് പുറത്തു കൊടുക്കുകയില്ല എന്ന എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ നീ ആരാണ്? ഫഇന്നീ ഖദ് ഗഫർതു ലിഫുലാൻ, ആ തോന്നിവാസങ്ങളെല്ലാം ചെയ്ത മനുഷ്യന് ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. വഅഹ്ബത്തു അമലക, നിന്റെ അമലുകളെല്ലാം ഞാനിതാ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ചെയ്തു കൂട്ടിയ അമലുകളെല്ലാം നാവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നല്ലൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അയാളൊന്നും നന്നാവൂല, അയാളൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അയാളൊക്കെ നരകത്തിലാകുമെന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ചും നമുക്ക് പറയുവാൻ അവകാശമില്ല. ഈ ഒരു ഹദീത്ത് വിശദീകരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ശിഷ്യന്മാർക്ക് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം പറയാണ്, തകല്ലമ ബികലിമത്തിൻ, ആ ആബിദായ മനുഷ്യൻ ഒറ്റ വാക്യം പറഞ്ഞിട്ടുള്ളൂ, ഔബഖത് ദുനിയാഹു വ ആഖിറതുഹു, പക്ഷെ അതുമൂലം അയാളുടെ ദുനിയാവും നഷ്ടപ്പെട്ടു, അയാളുടെ ആഖിറത്തും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന പല വാക്കുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവമുള്ളതാണ്. അള്ളാഹ് പറഞ്ഞില്ലേ, വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങൾ വളരെ ലഘുവായിട്ടാണ് അതിനെ കാണുന്നത്, വഹുവ ഇൻദല്ലാഹി അളീം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വമ്പിച്ചതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഓരോ വാക്കും വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ പ്രയോഗിക്കുവാൻ എന്നർത്ഥം. പ്രത്യേകിച്ച് അള്ളാഹുമായി ബന്ധപ്പെട്ട് പറയുന്ന, റസൂലുമായി ബന്ധപ്പെട്ട് പറയുന്ന, ദീനുമായി ബന്ധപ്പെട്ട് പറയുന്ന വാക്കുകൾ വളരെ ഗൗരവത്തിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ ദിൽവാനില്ലാഹ്,
അള്ളാഹുവിൻ്റെ തൃപ്തി നേടുമാറ് ഒരു മനുഷ്യനൊരു വാക്ക് പറയും, ഒരു മനുഷ്യനൊരു വാക്ക് സംസാരിക്കും. ലാ യുൽഖി ലഹാ ബാലൻ, അയാൾ അതിന് വലിയ കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട വാക്കായിരുന്നു അത് എങ്കിൽ യർഫഉഹുല്ലാഹു ബിഹാ ദറജാത്ത്, അള്ളാഹു അയാളെ ഒരുപാട് ദറജകൾ ഉയർത്തും. വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ല, എന്നാൽ ഒരാളൊരു വാക്കുച്ചരിക്കും ലാ യുൽഖി ലഹാ ബാലൻ, അവനതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. സാധാരണ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന പോലൊരു വാക്കാണ് പറഞ്ഞതാണ്, മനസ്സിൽ പെട്ടെന്ന് തോന്നിയപ്പോൾ അത് പറഞ്ഞതാണ്, പ്രത്യേകിച്ച് അതിന് ഗൗരവമൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാൽ അത് അള്ളാഹുവിന് വെറുപ്പുള്ള വാക്കായിരുന്നുവെങ്കിൽ യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ ഒരു വാക്ക് കൊണ്ട് അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ദീനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സംസാരങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓൻ്റെ ഒരു നമസ്കാരം, ഓൻ്റെ ഒരു നോമ്പ്, ഓൻ്റെ ഒരു മുട്ടുമുറിയൻ പാൻറ്, ഓൻ്റെ ഒരു കൊച്ചൻ താടി, പ്രിയമുള്ളവരെ, അങ്ങനെ ഇസ്ലാമിൻ്റെ ഷിആറുകളെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും പറയുന്ന ഓരോ വാക്കുകളും നമുക്കൊരു പക്ഷേ ലഘുവായതായിരിക്കാം, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരെ വിലയുള്ളതാണ്. ഒരു പക്ഷേ ആ ഒരു വാക്ക് കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുവാൻ കാരണമായേക്കാം എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചെന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. ഇനി നമുക്ക് സംസാരിക്കണമോ, നല്ല വാക്കുകൾ പറയണം. കാരണം നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മാന്യന്മാരായ നിരീക്ഷകന്മാർ, രണ്ട് മലക്കുകൾ, അവർ ഓരോ വാക്കുകളും ഒപ്പിയെടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഒരു മുസ്ലിം അവൻ ഉച്ചരിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉച്ചരിക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന് ഉച്ചരിക്കാൻ പറ്റാത്ത വാക്കുകൾ ഏതെല്ലാമാണ്? പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ തന്നെ ക്രോഡീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഉച്ചരിക്കാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത ചില വാക്കുകളുണ്ട്. അതിൽ പെട്ടതാണ് ഷിർക്കുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കുഫറിലേക്ക് എത്തിക്കുന്ന അങ്ങനെ പറയുന്ന വാക്കുകൾ. അത് പറയുവാൻ നിരന്തരം പിശാച് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു പറഞ്ഞ ഇന്നമായ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ, മോശമായതും മ്ലേച്ഛമായതും ചെയ്യാൻ പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിവില്ലാത്തത് നിങ്ങൾ പറയുവാനും അവൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിലെ അവസ്ഥ എന്താണ്? ആളുകൾ അള്ളാഹുവിൻ്റെ പേരിലാണെങ്കിലും ഒരു ലൈസൻസും ഇല്ലാതെ എന്തും തട്ടിവിടാം എന്ന ധാരണയിലാണ്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ യുഗത്തിൽ ഏതെങ്കിലും മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നമ്മളൊരു കമൻ്റ് അടിക്കുമ്പോൾ, നമ്മളൊരു ലേഖനം എഴുതുമ്പോൾ, ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എഴുതിയ ഒരു കമൻറ്റ് അതിനൊരു ലൈക്ക് അടിക്കുമ്പോൾ പോലും പ്രിയമുള്ളവരെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് വെറുപ്പുള്ള വിഷയത്തിലാണ് നമ്മൾ ആ ലൈക്ക് അടിച്ചത് എങ്കിൽ അത് വളരെ ഗൗരവമാണ്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സത്യമല്ലാത്തത് പറയരുതേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ഹഖ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ് ഹഖ്, നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചതല്ല. അള്ളാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അതാണ് ഹക്കായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കമൻറ്റുകൾ നമ്മൾ എഴുതുമ്പോഴും ഓരോ ലൈക്കുകൾ അടിക്കുമ്പോൾ പോലും അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കിൻ്റെ ചുവടയാണോ എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദീനിയായ ഹുക്മുകൾ പറയുമ്പോൾ അറിവില്ലാതെ പറയുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ കാലഘട്ടത്തിലൊരു വലിയ ദുഃഖം ഇന്ന് എല്ലാവരും മുഫ്തിമാരാണ് എന്നുള്ളതാണ്. എല്ലാവരും മുഫ്തിമാരാണ്. ഒരു അറബി കോളേജിൻ്റെ പടി പോലും ചവിട്ടാത്ത, അതല്ലെങ്കിൽ ഒരു അറബി കിതാബ് പോലും വായിക്കാൻ അറിയാത്ത ഒരു മനുഷ്യൻ യൂട്യൂബിൽ നിന്ന് ഏതൊക്കെയോ പ്രസംഗങ്ങൾ കേട്ട് ദീനിൻ്റെ ചില വശങ്ങൾ മനസ്സിലാക്കി, ഏതൊക്കെയോ മലയാളം പുസ്തകങ്ങൾ വായിച്ച് ദീനിൻ്റെ ചില വശങ്ങൾ മനസ്സിലാക്കി ആളുകൾ സംശയം ചോദിക്കുന്നത് അത്തരക്കാരോടാണ്. എന്നാൽ അവരറിവില്ലാതെ ആ വിഷയത്തിൽ അതിന് മറുപടി പറയുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സ്വഹാബത്തിൻ്റെയും കാലത്തില്ലാത്ത ഒരുപാട് ആധുനിക മസ്അലകൾ ഇന്നുണ്ട്. ആ മസ്അലകൾക്ക് ഉത്തരം നൽകേണ്ടത് അതുമായി ബന്ധപ്പെട്ടത് പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇത്തഖദന്നാസു റൂസൻ ജുഹാല, അവസാന കാലഘട്ടമാകുമ്പോൾ ആളുകൾ സംശയം ചോദിക്കാൻ ചെല്ലുന്നത്
വിഡ്ഢിയായ അറിവില്ലാത്ത ആളുകളോടായിരിക്കും. ഫസുഇലു, അങ്ങനെ അവർ ചോദിക്കും. ഫഅഫ്തു ബിഗൈരി ഇൽമിൻ, അറിവില്ലാത്തവർ അതിന് ഫത്വ നൽകും. ഫളല്ലു വഅളല്ലു, അവരും വഴിപിഴച്ചു പോകും, അവർ മറ്റുള്ളവരെ വഴി പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മളൊരു കച്ചവടം ചെയ്യുന്നുണ്ട്, അത് ഹറാമാണ്, പക്ഷെ നമുക്കത് ഹലാലായി കിട്ടണം. അതിന് മറ്റുള്ളവരോട് നമുക്ക് അറിവില്ല, എല്ലാവരോടും നമ്മൾ സംശയങ്ങൾ അങ്ങനെ ചോദിച്ചത് ഹലാലാക്കി തീർക്കുന്ന, അത് ഹലാലാക്കി കൊടുക്കാൻ പറ്റുന്ന ആളുകളും ഇത് ലോകത്തുണ്ടാകുമ്പോൾ പ്രിയമുള്ളവർ, അതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. ഇതൊക്കെ ഹലാലാണ്, ഇതൊക്കെ ഹറാമാണ് എന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കരുത്. ഈ തഫ്തറു അലല്ലാഹിൽ കദിബ, അത് അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് നമുക്കറിവില്ലാത്തൊരു വിഷയമാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കാം, അതൊക്കെ ഹലാലായിരിക്കാം, അത് ഹറാമാകാനാണ് സാധ്യത. ഞാൻ അന്നൊരു പുസ്തകത്തിൽ വായിച്ചത്, ഞാൻ അന്നൊരു ക്ലിപ്പിൽ കേട്ടത്. പ്രിയമുള്ളവർ, അങ്ങനെ ദീനിൻ്റെ വിഷയങ്ങൾ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പിഴച്ചത് എവിടെയാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളും അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്ന് പറയും. അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്നവർ വാദിച്ചു. അള്ളാഹ് കുട്ടിണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആകാശം പൊട്ടിപ്പിളറാറായി, ഭൂമി വിണ്ടു കീറാറായി, പർവ്വതങ്ങൾ പൊട്ടിപ്പിളറാറായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്രയും ഗൗരവമുള്ള വാക്കുകളാണ് അവർ പറഞ്ഞത്. ഒരുപക്ഷെ അവർ അതിൻ്റെ പേരിലുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിൽ നമ്മൾ ആഘോഷിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മളതിന് ആശംസ നേരുന്നുണ്ടെങ്കിൽ, നമ്മളതിന് ലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരുടേതായ അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന കമൻ്റെങ്കിലും ഇട്ടുകൊണ്ട് നമ്മൾ അതോടൊപ്പം പങ്കുചേരുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കെട്ടിച്ചമക്കുന്ന കളവുകളാണ്. അതുപോലെ തന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല എന്ന് പറയും, അതും അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കലാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് സിഹ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രത്യേകം പറഞ്ഞതാണ്. എന്നാൽ സിഹ്റൊന്നുമില്ല എന്ന് പറഞ്ഞ്, കണ്ണേറൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കലാണ്. അതുപോലെ ഖുർആനിൽ ഇല്ലാത്തത് പറയുമ്പോഴും അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കലാണ്. അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം, അതിനും ആയത്തുകളുണ്ട് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന നൂറുകണക്കിന് ആയത്തുകളെ അവിടെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന പച്ചക്കള്ളം മാത്രമാണ്. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരാൾ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മുഹീദ്ദീൻ ഷെയ്ഖാണ് സത്യം, മമ്പർത്തങ്ങളാണ് സത്യം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സൃഷ്ടിയാണ് സത്യം, എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ ഉപ്പയാണ് സത്യം, കഅബയാണ് സത്യം, മുസ്ഹഫാണ് സത്യം എന്നൊക്കെ സത്യം ചെയ്യുന്ന ആളുകളെ കാണാം. അത് ശിർക്കാണ്. ആ രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് പറയാൻ പാടില്ലാത്ത വാക്കുകളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റേതല്ലാത്ത പേരിലേക്ക് അബ്ദ് ചേർക്കൽ. നമ്മൾ അബ്ദ് ചേർക്കേണ്ടത് അള്ളാഹുവിൻ്റെ പേരിലേക്കാണ്. അബ്ദുള്ള, അബ്ദുർ റഹ്മാൻ, അബ്ദുർ റഹീം, അള്ളാഹുവിൻ്റെ പേരുകളിലേക്കാണ് അബ്ദ് ചേർക്കേണ്ടത്. ഇന്ന് സമൂഹത്തിൽ എത്ര ആളുകളാണ് അള്ളാഹുവിൻ്റെതല്ലാത്ത പേരുകളിലേക്ക് അബ്ദ് ചേർക്കുന്നത്? അബ്ദുർ റഷീദ് നമ്മുടെ നാട്ടിൽ കേൾക്കാവുന്ന പേരുകളാണ്. റഷീദ് അള്ളാഹിൻ്റെ പേരല്ല. അബ്ദുൽ സത്താർ, സത്താർ അള്ളാഹുവിൻ്റെ പേരല്ല. അള്ളാഹുവിൻ്റെതല്ലാത്ത പേരുകളിലേക്ക് അബ്ദ് ചേർക്കുക എന്നതൊരു വിശ്വാസിക്ക് ഒരിക്കലും യോജിച്ച കാര്യമല്ല. അതുപോലെ തന്നെ പ്രവാചകൻ്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കളവ് പറയും. ഇന്ന് സമൂഹത്തിൽ എത്ര ആളുകളാണത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ സദസ്സിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഞങ്ങളുടെ സദസ്സ് ഉദ്ഘാടനം ചെയ്തത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവാചകൻ വന്ന് ഓപ്പറേഷന് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, അതൊക്കെ പച്ച കള്ളമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ, മനഃപൂർവ്വം എൻ്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ അവൻ്റെ
സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊന്നും ഒരു വിശ്വാസിക്ക് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാവിനെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പേരിൽ കളവ് പറയാത്ത, അവന് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ മാത്രം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത, ഒരു മുസ്ലിം പറയാൻ പാടില്ലാത്ത വാക്കുകൾ, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽപ്പെട്ട മറ്റൊന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയൽ അനുവദനീയമല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും വിളിക്കൽ അനുവദനീയമല്ല. പരിശുദ്ധ ഖുർആനിൽ യാ മൂസ, യാ ഇബ്രാഹിം എന്നൊക്കെ നമുക്ക് നിദാകൾ കാണാം. പ്രവാചകന്മാരുടെ പേരുകൾ എടുത്തുകൊണ്ട് തന്നെ അള്ളാഹു വിളിക്കുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിടത്ത് യാ മുഹമ്മദ് എന്നൊരു നിദാ, ഒരു വിളി പരിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. യാ യുഹർ റസൂൽ, യാ യുഹൻ നബിയു, യാ നബിയല്ലാഹ് എന്നൊക്കെയാണ് പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കൽ അനുവദനീയമല്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറയൽ അനുവദനീയമല്ല. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, പ്രവാചകൻ വഫാത്തായതിനു ശേഷവും പ്രവാചകന് സങ്കടമുണ്ടാക്കുന്ന, പ്രവാചകനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയൽ നമുക്കാർക്കും അനുവദനീയമല്ല. എന്താണ് പ്രവാചകനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്നുണ്ട്. സ്വഹീഹായി വന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഒരാൾ രാവിലെ 7 അജ്വ കാലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം അവനെ സുമ്മും സെഹറും ബാധിക്കുകയില്ല, അഥവാ വിഷവും സിഹറും അവനെ ഏൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതിനെ നിഷേധിക്കുന്ന, എന്നാൽ 7 ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് അവന് സിഹറൊന്ന് ചെയ്തു കൊള്ളട്ടെ, അല്ലെങ്കിൽ അവൻ ഇന്ന വിഷമൊന്ന് കുടിച്ചു കൊള്ളട്ടെ, അത് ഏൽക്കുമോ എന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിയുടെ ഹദീസുകളെ കളവാക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണെങ്കിൽ പ്രവാചകൻ ഈ ഹദീസ് പറഞ്ഞു, എന്നിട്ട് പ്രവാചകൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് പറയാണ്, റസൂലെ എന്ത് പൊട്ടത്തരാണ് നിങ്ങൾ ഈ പറയുന്നത്, അജ്വകാലത്ത് കഴിച്ച വിഷമേൽക്കൂലാന്നോ, ഇതൊക്കെ വിട്ടിത്തരല്ലേ, ഇതൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞാൽ റസൂലിന് എത്ര വേദന ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ പ്രവാചകൻ വഫാത്തായതിനു ശേഷം ഇന്ന് റസൂലിൻ്റെ പേരിൽ പറയുന്ന അത്തരത്തിലുള്ള വാക്കുകൾ, അതൊന്നും ഒരു വിശ്വാസിക്ക് ഭൂഷണമായ കാര്യമല്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, യഹ്ഫൽ ലിസാനക അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ നിന്റെ നാവിനെ നീ സൂക്ഷിച്ചോ, ലാ യൽദിഗന്നക, അത് നിന്നെ തിരിച്ചു കൊത്താതിരിക്കട്ടെ, ഇന്നഹു സുഅബാൻ, കാരണം അതൊരു പാമ്പാണ്. നാവി എന്ന പാമ്പ് നിന്നെ തിരിച്ചു കൊത്താതിരിക്കട്ടെ, അതുകൊണ്ട് നീ അതിനെ സൂക്ഷിച്ചോ എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് തൻ്റെ കവിതയിൽ പറഞ്ഞത് കാണാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ സൂചിപ്പിച്ചു വന്നൊരു വിശ്വാസിക്ക് പറയാൻ പാടില്ലാത്ത, അവൻ ഉച്ചരിക്കാൻ പാടില്ലാത്ത വാക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മുടെ സംസാരങ്ങളിൽ അത്തരത്തിലുള്ള വാക്കുകൾ വരുന്നില്ല എന്ന് വളരെ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്തിഖാമത്തോടുകൂടി ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാവിനെ സൂക്ഷിക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ മാത്രം ഉച്ചരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെ ഞങ്ങളുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ധാരാളം ആളുകൾ അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണമേ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.